ഗായ്സ്, എല്ലാവർക്കും ജെബിൻസ്വറിൻ്റെ പുതിയൊരു കിടിലൻ വ്ളോഗിലോട്ട് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എനിക്കെന്താ ഇവിടെ കാര്യമെന്ന്. അപ്പോൾ ഞാൻ ഇന്നൊരു ലോങ് ട്രിപ്പ് പോവാണ്. ഒരു 2 ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്തേക്കാണ്. അപ്പോൾ ബാക്കി വിശേഷം നമുക്ക് പോകുന്ന വഴി കാണാം. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ വന്നത് കുറച്ച് ലേറ്റായി. അതാണ് ഈ ലൈറ്റിന് പ്രോബ്ലം വന്നിരിക്കുന്നത്. ഐ എം സോറി, ലൈറ്റ് പോസ്റ്റ് ഒന്നും കിട്ടുന്നില്ല. അപ്പോൾ ഗായ്സ്, നമ്മൾ അങ്ങോട്ട് പോകുന്ന ടിക്കറ്റാണ് കേട്ടോ ഇത്. അപ്പോൾ 6:40 ട്രെയിൻ. അങ്ങോട്ട് പോകാൻ നമുക്ക് 403 കിലോമീറ്റർ ഉണ്ട്. പിന്നെ നമ്മൾ 3 ആൾക്കാരാണ് കേട്ടോ പോകുന്നത്. ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇനി മംഗലാപുരത്ത് നിന്ന് തിരുവനന്തപുരം പോകുന്ന എക്സ്പ്രസ് ട്രെയിൻ അല്പസമയത്തിനകം 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നതാണ്. ഒരു റെക്കോർഡ് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെ ട്രെയിൻ അല്പസമയത്തിനകം വരുന്നതാണ്. നമ്മൾ ട്രെയിൻ ഇതാ വരുന്നുണ്ട്, എൻ്റെ അടുത്തെത്താറായി. അപ്പോൾ ഗൈസ്, ഞാൻ ചപ്പാത്തിയും കോഴിക്കടയും കഴിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇപ്പോൾ സമയം 4:30 ആയിട്ടുണ്ട്. നമ്മളെ ട്രെയിന് 4:45 വരുന്ന പറഞ്ഞതാണ്. 4:15 തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കാരണം ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ആളുകളൊന്നും അത്രയ്ക്കില്ലല്ലോ. ഇപ്പോൾ നോക്കി, ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ നിറച്ച് ആളുകളുള്ള റെയിൽവേ സ്റ്റേഷനായിരുന്നു. ഇപ്പോൾ ഒക്കെ കാലിയായി കിടക്കുക. അവിടെയും ഇവിടെയൊക്കെ കുറച്ച് ആളുകളുണ്ട്, അതന്നെ. അപ്പോൾ ഇനി നമുക്കൊരു 5:30-6 മണിയാകുമ്പോൾ പുറത്തേക്ക് പോകണം. ഇപ്പോഴേ പോയിട്ട് ഇപ്പോൾ പുറത്തൊന്നുമില്ല. നേരം വെളുത്താലല്ലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ട്രെയിനിലാണ് കേട്ടോ നമ്മൾ വന്നത്. അങ്ങോട്ടേക്കൊക്കെ ഉണ്ട്, അങ്ങനെ അറ്റം വരണ്ട്. ഞാനിപ്പോൾ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല, കുറേ നടക്കാനുണ്ട്, അതാണ് പോവാത്ത കേട്ടോ. അപ്പോൾ ഗായ്സ്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇപ്പോൾ നമ്മൾ ഷൺമുഖം ബീച്ചിലോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് 8 കിലോമീറ്റർ ആണ് ഉള്ളത്. അപ്പോൾ ഗായ്സ്, നമ്മൾ ഷൺമുഖം ബീച്ചിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ കണ്ടിട്ട് വാ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഒറ്റയ്ക്കാണ് എടുത്തേക്കുന്നത്. ഈ വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. കാരണം എൻ്റെ കൂടെ എൻ്റെ ഉമ്മ ഇല്ലായിരുന്നു, എൻ്റെ കൂടെ എൻ്റെ ഗ്രാൻഡ് പേരൻസ് ആണുള്ളത്. അപ്പോൾ അവർക്കറിയില്ലല്ലോ എങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക.
ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ കാണിച്ച അപ്പം ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് കിട്ടുന്നത്. എൻ്റെ അടുത്ത് ഹെലികോപ്റ്റർ ഒന്ന് ഞാൻ ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു ഫീലിംഗ് അത്രയേ ഉള്ളൂ. അപ്പോൾ ഗൈസ്, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ.